ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലിമിത്ര ഭാഗം 40. വലത്തെ കയ്യിലിരിക്കുന്ന വോക്കിംഗ് സ്റ്റിക്കിൽ സ്വന്തം ഭാരം താങ്ങി പിടിച്ചുകൊണ്ട് മുറിയുടെ വാതിൽക്കൽ നിൽക്കുന്ന കാവുമ്പാട്ടമ്മ. അവരുടെ മറുകൈയിൽ ഒരു താങ്ങിനെന്ന വണ്ണം ജിത്ത് മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇരുവരുടെയും പിന്നിലായി നീലിമയും. മുറിയിൽ നടന്ന സംസാരങ്ങൾ അവർ കേട്ടുവെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമുണ്ടായിരുന്നില്ല. തത്തമ്മയുടെ കാര്യങ്ങൾ ജിത്തിൽ നിന്നറിഞ്ഞതും ഒരു നിമിഷം പോലും പാഴാക്കാതെ ഓടിപ്പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നതായിരുന്നവർ. കാവുമ്പാട്ടെ രാധ. പൊടുന്നനെ അവരെ അവിടെ കണ്ടതും കുമാരിയുടെയും ദിവ്യയുടെയും മുഖമൊന്ന് വിളറി. എന്താ നിങ്ങൾക്കറിയേണ്ടത്? സ്റ്റിക്കും കുത്തിപ്പിടിച്ചുകൊണ്ട് രാധ അകത്തേക്ക് കയറിയതും ദേവൻ ധൃതിയിൽ അവിടെ കിടന്നൊരു കസേരയെടുത്ത് അവരുടെ മുൻപിലേക്കായി കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. അവൻ്റെ ആതിഥ്യ മര്യാദ ഒരു വേള അവരിൽ സംശയം ജനിപ്പിച്ചുവെങ്കിലും രാധ മറുപടി ഒന്നും പറയാതെ തന്നെ ആ കസേരയിൽ ചെന്ന് ഇരിപ്പുറപ്പിച്ചു. അവർക്കരിയിലായി തന്നെ ജിത്തു നിലയുറപ്പിച്ചപ്പോൾ നീലിമ ധൃതിയിൽ ഓടിച്ചെന്ന് ബെഡിലിരുന്നു കൊണ്ട് വിതുമ്പി കരയുന്ന ദേവികയുടെ അടുത്തേക്കായിരുന്നു. ഈ മുറിയിൽ നിങ്ങളുടെ ഇളയ മകൻ എന്താണ് കാര്യമെന്നാണ് ഞാൻ ചോദിച്ചത്. ഇവളും ആ മഹർഷിയും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളതെന്ന്. രാധയുടെ ചോദ്യം ചെയ്യലിൽ നീരസം തോന്നിയ കുമാരി ദേവികയെ ചൂണ്ടിക്കാട്ടി വീണ്ടും അലറി. ഇവരാരാണ് ജിത്തെ? കുമാരിയെ നേരിട്ട് പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ അവർ അടുത്ത് നിന്നവനോട് ചോദിച്ചു. കുമാരി അവൻ്റെ അമ്മയാ, ആ സുധിയുടെ. മറുപടി പറയുമ്പോൾ ജിത്തിൻ്റെ മുഖം വല്ലാതെ മുറുകിയിരുന്നു. ഓഹോ, അപ്പോൾ നിങ്ങളാണോ ആ അസുരവിത്തിൻ്റെ അമ്മ? നിങ്ങളെ ഞാനൊന്ന് കാണാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. എന്നാലും നന്നായി, ഇപ്പോഴെങ്കിലും ഈ തിരുമുഖം ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ, ഭാഗ്യം. കയ്യിലിരുന്ന വോക്കിംഗ് സ്റ്റിക്ക് മെല്ലെ കസേരയിലേക്ക് ചാരി വെച്ചിട്ട് വലതുകാലം മെല്ലെ നീട്ടിവെച്ചവർ എന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കുവാനായി ഉണ്ടെന്ന വണ്ണം കസേരയിലേക്ക് ഒന്ന് ചാഞ്ഞിരുന്നു. അപ്പോഴേക്കും ദേവിക അവരുടെ സംസാരം കേട്ട് പരിഭ്രാന്തിയോടെ അടുത്തേക്ക് ചെന്നിരുന്നു. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? ഇവളും എൻ്റെ മോനും തമ്മിലുള്ള ബന്ധമാണോ? അല്ല, അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഇവരുടെ ബന്ധത്തിനെക്കുറിച്ചറിയാൻ നിങ്ങൾ ആരാണ്? ദേവികയും നിങ്ങളുടെ മകനും തമ്മിലുള്ള ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ കോടതിയിൽ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 3-4 മാസങ്ങളായിട്ടുണ്ട്. ഇതുവരെയായിട്ടും ആ കാര്യം നിങ്ങൾക്കറിയില്ലേ? കുമാരിയുടെ മുഖത്തേക്ക് നോക്കി കാര്യഗൗരവത്തോടെ വളരെ ശാന്തമായിട്ടാണ് രാധമ്മ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതല്ലല്ലോ ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രശ്നം. നിങ്ങളുടെ മകന് ദേവികയുടെ മുറിയിൽ എന്താണ് കാര്യം എന്നല്ലേ? കിട്ടിയ അവസരം പാഴാക്കാതെ ദിവ്യ ഇടയിൽ കയറി പറഞ്ഞു. അത് ചോദിക്കാൻ നീ ആരാണ്? അവളെ ഉപേക്ഷിച്ചിട്ടല്ലേ നീ നിന്റെ ഭർത്താവും കൂടി അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? ഇപ്പോൾ ആ വിഹിതം കണ്ടുപിടിക്കാൻ വേണ്ടി വന്നേക്കുന്നു ഒരേട്ടത്തിയമ്മ. ഇനിയും ഒരു വാക്കുപോലും ദേവിയെക്കുറിച്ച് നിന്റെ പുഴുത്ത നാവിൽ നിന്ന് ഞാൻ കേൾക്കരുത്. കേട്ടാൽ അതൊരു താക്കീതായിരുന്നു. രാധമ്മയുടെ നോട്ടം ദിവ്യയിൽ നിന്ന് നേരെ ചെന്ന് നിന്നത് അവളുടെ ഭർത്താവായ ദേവൻ്റെ മുഖത്തേക്കും. അവൻ്റെ മുഖം കുറ്റബോധത്താൽ കുനിഞ്ഞിരുന്നു. എൻ്റെ മോനും ദേവിക്കും തമ്മിൽ പല ബന്ധങ്ങളും ഉണ്ടാവും. അത് ചോദിക്കാൻ വരുവാൻ നിങ്ങൾക്കൊക്കെ എന്ത് അർഹതയാണുള്ളത്? ഭർത്താവും അവൻ്റെ വീട്ടുകാരും കൂടി ഒരുപാട് വേദനിപ്പിച്ച് രസിച്ച ഒരു മനുഷ്യജീവിയാണ് ഈ നിൽക്കുന്നത്. സങ്കടങ്ങൾ ചെന്ന് പറയാൻ ചെന്നപ്പോൾ സ്വന്തം വീട്ടുകാർ അവളെ തള്ളി പറഞ്ഞു. പാതിരാത്രി ഒരു കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് നടു റോഡിൽ ദിക്കില്ലാതെ നിന്നപ്പോൾ എൻ്റെ വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പാവത്തിനൊന്ന് ചലചായ്ക്കാൻ വേണ്ടി. അന്നൊന്നും കാണിക്കാത്ത ഈ ചൂടും ചൂരും ഒന്നും ഇന്നാരും വന്ന് കാണിക്കണമെന്നില്ല. അവിടെ കാര്യം അന്വേഷിക്കണമെന്നും ഇല്ല. അതിനൊട്ട് ഞാൻ ആരെയും അനുവദിക്കുകയില്ല. പതിയെ ആയിരുന്നെങ്കിലും വളരെ ഉറച്ചതായിരുന്നു അവരുടെ വാക്കുകൾ. അവരുടെ സംസാരം ഇഷ്ടപ്പെടാത്ത രീതിയിൽ കുമാരിയുടെയും ദിവ്യയുടെയും കണ്ണുകളൊന്ന് കുറുകി. എൻ്റെ മോനെ ജയിലിൽ കയറ്റി ഇവളെ പിന്നെ പൂവിട്ട് പൂജിക്കണമെന്നാണോ കാവുമ്പാട്ടെ രാധ പറഞ്ഞു വരുന്നത്? ഉള്ളിലുള്ള ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ കുമാരി അവരുടെ നേർക്ക് പല്ല് ഞെരിച്ചുകൊണ്ട് കുമാരിക്ക് ദേഷ്യം ഉണ്ടാവാം, സ്വന്തം മോനെ ജയിലിൽ കയറ്റിയ മരുമകളോടുള്ള ദേഷ്യം. പക്ഷെ നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്കണം നിങ്ങളുടെ മോൻ്റെ നല്ല സ്വഭാവങ്ങൾ. സ്വന്തം കൊച്ചിനെയാ ആ നല്ല മോൻ കയറിപ്പിടിക്കാൻ നോക്കിയത്. ആശുപത്രിക്കാരാ അവനെതിരെ കേസ് കൊടുത്തതും, അല്ലാതെ ദേവികയല്ല. ഒരു മോളില്ലേ നിങ്ങൾക്ക്? ഇനിയെങ്കിലും സൂക്ഷിച്ചോ. ജനിപ്പിച്ച കൊച്ചിനെ കയറിപ്പിടിക്കാൻ നോക്കിയവൻ്റെ കൈ സ്വന്തം അനിയത്തിയുടെ മടിക്കത്ത് അഴുക്കില്ലെന്ന് ആരറിഞ്ഞു? അത് ചോദിക്കുമ്പോൾ രാധയിൽ നിറഞ്ഞ പുച്ഛമായിരുന്നു. കാശുണ്ടെന്നും പറഞ്ഞ് എന്നും പറയാമെന്നാണോ? സുധിയെ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ കുമാരി അവരോട് വീണ്ടും ചീറി. ജിത്തെ, കാണിച്ചു കൊടുക്ക്,
മകൻ്റെ ലീലാവിലാസങ്ങൾ അവർ കണ്ണു നിറച്ചും കാണട്ടെ. അവരോട് കൂടുതൽ സംസാരിക്കുവാൻ രാധ താല്പര്യം കാട്ടിയില്ല. പകരം അടുത്തു നിന്നവൻ്റെ കയ്യിലിരുന്ന ഫോണിലേക്ക് നോക്കി അവർ ഒച്ചയെടുത്തു. ജിത്ത് അപ്പോൾ തന്നെ CCTV ക്യാമറയുടെ ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോ തുറന്ന് കുമാരിയുടെ നേരെ നീട്ടി. സുധി തത്തക്കുഞ്ഞിനെ മുറിയിൽ നിന്നും കൊണ്ടുപോകുന്നത് തൊട്ട് ദേവൻ അവളെ കയ്യിലെടുത്തുകൊണ്ട് എമർജൻസി റൂമിൻ്റെ നേരെ ഓടുന്നത് വരെയുള്ള വീഡിയോ ദൃശ്യങ്ങൾ അതിലുണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന കുമാരിയുടെ മുഖം ഒരു നിമിഷം കൊണ്ട് വിളറി വെളുത്തു. തിരിച്ചൊരു വാക്ക് പോലും മിണ്ടാനാവാതെ അവർ സ്തംഭിച്ചു നിന്നുപോയി. സുധി, അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുവോ? അവർക്ക് മകനോടുള്ള വിശ്വാസത്തിന് മേൽ വീണ ആദ്യത്തെ അടിയായിരുന്നത്. കുമാരി കണ്ടല്ലോ അല്ലേ, നല്ലോണം. ഇനി എന്തെങ്കിലും ചോദിക്കുവാനോ പറയാനോ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചോണം. ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങളുടെ മുഖം പോലും ഇവള് കാണരുത്. രാധ ദേഷ്യത്തോടെ അവരുടെ നേർക്ക് വിരൽ ചൂണ്ടി. കുമാരി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. രാധമ്മയെ മുഖമുയർത്തി നോക്കാൻ കഴിയാതെ അവർ തലകുനിച്ച് നിന്നുപോയി. ദിവ്യയുടെ കണ്ണുകളിലും ഒരു പതറിച്ച ഉണ്ടായി. ഇനിയിപ്പോൾ നിങ്ങളോടായിട്ട് ഞാനൊരു കാര്യം പറയാൻ പോവാം. ദേവികയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. എൻ്റെ മാത്രം തീരുമാനം. അത് നടത്തേണ്ടത് നിങ്ങളെപ്പോലുള്ളവരുടെ വായ മൂടിക്കെട്ടാൻ ഇപ്പോൾ അത്യാവശ്യമാണ്. പക്ഷേ അത് കേട്ടിട്ട് ആരും എൻ്റെ വീടിൻ്റെ പടി ചവിട്ടിയേക്കരുത്. ദേവൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിയാണ് അവരാ വാക്കുകൾ ഉച്ചത്തിൽ പറഞ്ഞത്. ദേവിക പൊടുന്നനെ അടുത്തു നിന്ന നീലിമയുടെ കയ്യിൽ കയറി വെപ്രാളത്തോടെ പിടിച്ചു. രാധമ്മ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്നുള്ള ആശങ്കയോടെ. കൂടി നിന്നവർ എല്ലാവരും അവരെന്താ പറയാൻ പോകുന്നതെന്നുള്ള സംശയത്തോടെ രാധയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു. നീയൊക്കെ പറഞ്ഞു നടക്കുന്നില്ലേ എൻ്റെ മോനും ദേവികയും തമ്മിൽ അവിഹിതം നടത്തുവാന്ന്? അത് ഞാനങ്ങ് ഹിതമാക്കാൻ പോവുക. കസേരയിൽ ചാരി വെച്ചിരുന്ന വോക്കിംഗ് സ്റ്റിക്ക് എടുത്ത് തറയിൽ ബലമായി കുത്തി നിർത്തിക്കൊണ്ട് അതിൽ താങ്ങി അവർ ശ്രദ്ധയോടെ എഴുന്നേറ്റ് നിന്നു. കാര്യം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ദേവികയുടെയും ആദിയുടെയും കല്യാണം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഡിവോഴ്സ് നടക്കുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇവരുടെ കല്യാണം ഞാൻ നടത്തും. ഇവളെൻ്റെ മരുമകളായിട്ടല്ല, മകളായിട്ട് തന്നെ കൗമ്പോട്ട് വീട്ടിലേക്ക് വലതുകാല് വെച്ച് കയറി വരും. എന്തായാലും നിങ്ങളൊക്കെ ചെയ്തു തന്നതിന് വലിയ ഉപകാരമുണ്ട്. അതുകൊണ്ടല്ലേ ഇവളെ ഞങ്ങൾക്ക് കിട്ടിയത്. ഇനിയും താൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവാതെ കണ്ണും മിഴിച്ചു നിൽക്കുന്നവരോട് അവസാനമായി രാധ പറഞ്ഞു നിർത്തി. കുമാരിക്കും ദിവ്യയ്ക്കും കാവുമ്പാട്ടമ്മയുടെ തീരുമാനം മുഖത്തിന് ടേറ്റ അടിയായിരുന്നെങ്കിൽ ജിത്തിനും നീലിമയ്ക്ക് അത് സന്തോഷ വാർത്തയായിരുന്നു. പക്ഷേ കേട്ട വാർത്തയുടെ ഞെട്ടലിലും പകപ്പിലുമായിരുന്നു ആ നിമിഷം ദേവിക. കുഞ്ഞിൻ്റെ സ്വഭാവത്തിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ശ്രദ്ധിക്കണം. അവളോട് കൂടുതൽ സംസാരിക്കുക, എപ്പോഴും കൂടെയുണ്ടെന്നുള്ള ധൈര്യം പകരുക, അവൾക്ക് പേടി തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, മാക്സിമം അവളെ എന്തെങ്കിലുമൊക്കെ പണിയിൽ എൻഗേജ് ആക്കുക. രാത്രിയിൽ ഒറ്റയ്ക്ക് കിടത്തരുത്. തത്തമ്മയെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആദിയെയും ദേവികയെയും വിളിച്ച് ഒരു ക്ലാസ് തന്നെ കൊടുത്തിരുന്ന ഡോക്ടർ. ശ്രദ്ധിച്ചോളാം ഡോക്ടർ. മഹർഷി എല്ലാത്തിനും സമ്മതത്തോടെ തലയാട്ടി. പക്ഷേ ദേവിക മാത്രം എല്ലാം കേട്ടിരുന്നതല്ലാതെ പ്രത്യേകിച്ചൊരു മറുപടിയും നൽകിയില്ല. പതിയെ പതിയെ വേണം അവളുടെ പേടി മാറ്റുവാൻ. കുറച്ച് ദിവസങ്ങളെടുക്കും അവളൊന്ന് പണ്ടത്തെ പോലെ ആവാൻ. കൂടെ ഇരിക്കുക, കൂടെ ഉണ്ടാവുക, ഇത് തന്നെയാണ് മെയിൻ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ലെങ്കിൽ നമുക്കൊരു കൗൺസിലിംഗ് സെക്ഷൻ നടത്താം. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾ പതിയെ പതിയെ ഓക്കെ ആയിക്കോളും. ഡോക്ടർ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. ശരി ഡോക്ടർ, താങ്ക് യു സോ മച്ച്. അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തികച്ചും അപരിചിതരെ പോലെ അവർ തത്തയുടെ മുറിയിലേക്ക് നടന്നു. ഡിസ്ചാർജ് കഴിഞ്ഞ് കാവുമ്പാട്ടേക്ക് ചെല്ലുമ്പോൾ അന്ന് രാത്രിയായിരുന്നു. വണ്ടിയിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് രാധയായിരുന്നു. പിന്നാലെ നീലിമയും. മോളെ ഒറ്റയ്ക്ക് കിടക്കോ? തങ്ങൾക്ക് പിന്നാലെ ഇറങ്ങിയ ദേവികയോട് വെറുതെയെങ്കിലും രാധ ചോദിച്ചു. ഉത്തരം ഒരു മൂളലിൽ ഒതുക്കിക്കൊണ്ടവൾ കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങുന്ന ആദിയുടെ അരികിലേക്ക് നടന്നു. അവൻ്റെ നെഞ്ചോരം ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ വാങ്ങുവാനായി. ഞാൻ കൊണ്ടുവന്ന് കിടത്തിത്തരാം. അടർത്തി മാറ്റുവാൻ നോക്കും തോറും കാന്തം പോലെ ഒറ്റിപ്പിടിക്കുന്ന കുഞ്ഞിനെ നോക്കി അവൻ പറഞ്ഞു. ദേവിയെ അവനെ തടഞ്ഞില്ല. മൂളിക്കൊണ്ട് സമ്മതം അറിയിച്ചവൾ. എന്നിട്ട് ആരെയും നോക്കാതെ നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് ധൃതിയിൽ നടന്നു. അവൾക്ക് പിന്നാലെ ആദിയും. അവൾക്ക് സങ്കടമായിട്ടുണ്ടാവും. ഇനി നമ്മളോട് അവൾ മിണ്ടില്ലേ അമ്മേ? ദേഷ്യമായിരിക്കുമല്ലേ?
ദേവികയുടെ സങ്കടത്തോടെയുള്ള മുഖഭാവവും മൗനവുമെല്ലാം നീലിമയെ കൊല്ലാതെ കൊല്ലുവാൻ പോകുന്നതായിരുന്നു. അത് ദേവികയാ നീലു. അവൾക്ക് ദേഷ്യപ്പെടാൻ അറിയില്ല. സങ്കടമുണ്ടാവാം, പക്ഷേ അവൾ അത് പുറത്തു കാട്ടില്ല. നീ നോക്കിക്കോ, നമ്മുടെ അമ്മ പറഞ്ഞത് അവൾ അനുസരിക്കും. ആ കുഞ്ഞ് കാരണം അവൾക്ക് കല്യാണത്തിന് സമ്മതം മൂളേണ്ടി വരും. ഇതിപ്പം മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ കേട്ടതിൻ്റെ പകപ്പിലാ അവള്. സാരമില്ല, പതിയെ ശരിയായിക്കോളും. അല്ലെങ്കിൽ ആ പോയ കഥാനായകൻ അവളെ എങ്ങനെയെങ്കിലും ശരിയാക്കി എടുത്തോളും. നീ നാളെ അവളെ ചെന്നൊന്ന് കണ്ടു സംസാരിക്കേ. രാധയ്ക്ക് പകരം അവൾക്കുള്ള ഉത്തരം നൽകിയത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന ജിത്തായിരുന്നു. നീലിമ മെല്ലെ രാധയെയും പിടിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറി. പടികൾ കയറുന്നതിനിടയിൽ ഗസ്റ്റ് ഹൗസിലേക്ക് നടന്നു നീങ്ങുന്ന ആ മൂവരെയും വാത്സല്യത്തോടെ നോക്കുവാൻ രാധ മറന്നില്ല എന്നതാണ് സത്യം. അതേസമയം കുഞ്ഞിനെ കിടത്തുവാനായി മുറിയിലേക്ക് ചെന്ന ആദിയുടെ ഷർട്ടിൻ്റെ കോളറിൽ തത്തമ്മ പിടിമുറുക്കിയിരുന്നു. മർഷി, എൻ്റെ കൂടെ ഇരിക്കേ, മോക്ക് പേടിയാ. ബെഡിൽ കിടക്കുന്നവൾ കണ്ണും തുറന്ന് അവനെ പിടിച്ചു വെച്ചു. മർഷി ഇരുന്നോളാട്ടോ, മോൾ ഉറങ്ങിക്കോ. അവളെ തട്ടി ഉണർത്താൻ ശ്രമിച്ചവൻ കുഞ്ഞിപ്പെണ്ണ് സമാധാനത്തോടെ കണ്ണുകൾ പൂട്ടുന്നത് കണ്ടു. പേടിക്കണ്ട, ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് പൊയ്ക്കോളാം. ഇതിൻ്റെ പേരിൽ ഇനി കണ്ണിൽ നിന്നുള്ള ടാപ്പ് തുറന്നു വിടണ്ട. ആദ്യം അവിടെ തൻ്റെ മുറിയിലിരിക്കുന്നത് കണ്ടതും പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ തുനിഞ്ഞ ദേവിയുടെ കാതിൽ അവൻ്റെ ദേഷ്യത്തോടെയുള്ള ശബ്ദം ചെന്ന് പതിച്ചു. മുന്നോട്ട് വെച്ച കാല് നിശ്ചലമാകുന്നതിനോടൊപ്പം തന്നെ പെണ്ണിൻ്റെ കണ്ണുകൾ അറിയാതെ ഒഴുകിയിറങ്ങി. ആദ്യമായി വല്ലാതെ ഒറ്റപ്പെടുന്നത് പോലെ തോന്നി ദേവികയ്ക്ക്. എന്തുകൊണ്ടോ അവൾ തിരിഞ്ഞു നോക്കിയില്ല. ഇറങ്ങി നേരെ ഹാളിലേക്ക് പോയി. ആദി സാറിന് ഞാൻ കാരണമല്ലേ ഇതുപോലൊരു കല്യാണത്തിന് സമ്മതിക്കേണ്ടി വന്നത്? അതും രാധമ്മയോട് എതിർവാക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് മാത്രം. സെറ്റിയിലേക്ക് ഇരുന്നു കൊണ്ട് ഇരു കൈകളിലും തല താങ്ങിയിരിക്കുമ്പോൾ അവൾക്ക് സങ്കടം അണപൊട്ടി ഒഴുകുന്നുണ്ടായിരുന്നു. കാവുമ്പാട്ടുകാരുടെ കൂലി വാങ്ങി ജീവിക്കുന്നവളാണ് താൻ. അതുപോലെയുള്ള തനിക്ക് ആ വീട്ടിലെ മരുമകനാകുവാനുള്ള എന്തർഹതയാണുള്ളത്? ചോദ്യങ്ങൾക്ക് മുകളിൽ ചോദ്യങ്ങൾ അവളെ ശ്വാസം മുട്ടിച്ചു. തത്തയോടുള്ള സ്നേഹം കാരണമാണ് ഇപ്പോഴും സാർ എൻ്റെ വീട്ടിലിരിക്കുന്നത്. അല്ലാതെ ആ മനസ്സിൽ തന്നോടുള്ള ഒരു സ്നേഹവും ഇതുവരെ താൻ കണ്ടിട്ടില്ല. തൊണ്ടക്കുഴിയിൽ തങ്ങി നിന്ന സങ്കടം മെല്ലെ പുറത്തേക്ക് വരുവാനായി തുടങ്ങി. ഈശ്വര, താനിപ്പോൾ എന്തു ചെയ്യും? ഇനിയൊരു വിവാഹത്തിന് തൻ്റെ മനസ്സൊരിക്കലും ഒരുക്കമല്ല. രാധമ്മയോട് എതിർവാക്ക് പറയാനും തന്നെ കൊണ്ട് പറ്റുന്നില്ല. തത്തമ്മോളുടെ ആദിസാറിൻ്റെ സ്നേഹം കാണുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാനും തന്നെ കൊണ്ട് കഴിയുന്നില്ല. ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു അവളുടെ മനസ്സപ്പോൾ. ഇനിയും വയ്യ. കഴിഞ്ഞ ജീവിതത്തിൻ്റെ വിഴുപ്പ് ഭാണ്ഡവും ജീവിക്കുന്ന ഒരാളാണ് താൻ. മാനസികമായും ശാരീരികമായും ഒരുപാട് മുറിവുകൾ ഏറ്റിട്ടുണ്ട്. ഇങ്ങനെയുള്ള താൻ ആദിസാറിൻ്റെ ഭാര്യയായിട്ട് ചിന്തിക്കാൻ പോലും കഴിയില്ല. സാറിന് ഇനിയും നല്ലൊരു ജീവിതമുണ്ട്. അത് താനായിട്ട് നശിപ്പിക്കരുത്. ഇപ്പോൾ ചെയ്യുന്നത് ഇവിടെ വരരുതായിരുന്നു. ആ പാവം മനുഷ്യന് ചീത്തപ്പേര് കേൾപ്പിക്കരുതായിരുന്നു. പാപിയാണ് ഞാൻ. ഒരു നല്ല മനുഷ്യൻ്റെ ജീവിതം കൂടി താൻ കാരണം നശിച്ചു. അവളുടെ ചിന്തകളിൽ ആദിയുടെ ഭാവി ജീവിതം മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. കൂടെ തത്തമ്മയുടെ നിലവിലുള്ള അവസ്ഥയും. ഒരു വേള ജയിലിൽ നിന്ന് സ്വതി എന്തെങ്കിലും തിരിച്ചു വന്നാൽ തങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നും അവളുടെ അമ്മയ്ക്ക് ആശങ്കയേറി. എല്ലാം കൂടി ആലോചിച്ച് തല ചൂട് പിടിക്കുന്നുണ്ടെന്ന് തോന്നിയതും ദേവിക സ്വയം മറന്ന് പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. എത്ര നേരം അങ്ങനെ ഇരുന്ന് കരഞ്ഞെന്ന് അവൾക്ക് പോലും അറിവില്ലായിരുന്നു. കുറേ നേരം കഴിഞ്ഞതും മുറിയിൽ നിന്നും ആരോ ഹാളിലേക്ക് വരുന്നെന്ന് തോന്നിയപ്പോഴാണ് അവൾ മുഖമുയർത്തി നോക്കിയത് തന്നെ. അപ്പോൾ ദേവിക കണ്ടു, താനെന്നൊരാൾ അവിടെ ഉണ്ടെന്നുള്ള ഭാവം പോലും കാട്ടാതെ തന്നെയും കടന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന മഹർഷിയെ. അതും കൂടെ കണ്ടപ്പോഴേക്കും കാരണമറിയാത്ത ഒരു സങ്കടം അവളിൽ വീണ്ടും നിറഞ്ഞു. എന്തൊരു നശിച്ച ജന്മമാണ് തൻ്റേത്. താൻ കാരണം ഇപ്പോൾ എല്ലാവർക്കും സങ്കടങ്ങൾ മാത്രമാണ് ഉണ്ടാവുന്നത്. പെണ്ണിൻ്റെ കരച്ചിലുകൾക്ക് ആക്കം കൂടി. നിമിഷങ്ങൾ കടന്നുപോയി. ക്ലോക്കിൽ മണി 11 അടിച്ചപ്പോഴാണ് അവൾ സെറ്റിയിൽ നിന്നും പിന്നീട് എഴുന്നേറ്റത് തന്നെ. മുൻവാതിൽ അടയ്ക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെന്നപ്പോഴാണ് നീലിമ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അവൾ ശ്രദ്ധിച്ചത്. എന്താ നീലിമേ? പതിവില്ലാതെ ആ സമയത്ത് കയറി വരുന്ന കൂട്ടുകാരിയെ കണ്ടതും ദേവികയുടെ മുഖം സംശയത്താൽ ചുളിഞ്ഞു. ഏയ്, നീ ടെൻഷൻ ആവണ്ട, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. നീലിമ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. എന്തേ? മുൻവാതിൽ തുറന്നവൾ ഉമ്മറത്തേക്ക് ഇറങ്ങിച്ചെന്നു.
അതെ, ആദി പറഞ്ഞു രാത്രി തത്ത എഴുന്നേറ്റ് ബഹളം വെച്ചാൽ അവനെ ഫോണിൽ വിളിക്കാൻ മറക്കരുതെന്ന്. അതും പറഞ്ഞുകൊണ്ട് നീലിമ നേരെ അകത്തെ മുറിയിലേക്ക് കടന്നു. ആദി സാർ പറഞ്ഞോ? ആദി സാറാണോ നിന്നെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്? ഇത്തിരി മുൻപ് തന്നോടൊരു വാക്കുപോലും പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആള് നീലിമയെ എന്തിനു പറഞ്ഞു വിട്ടു എന്നുള്ള ചിന്തയിലായിരുന്നു ദേവിക്ക് അപ്പോൾ. അതെന്താടി, ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായില്ലേ? ആദ്യം എന്നെ ഇത് പറയാൻ വേണ്ടി നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് ഓടിപ്പിടിച്ചു വന്നത്. മുറിയിലെ കട്ടിലിൽ കണ്ണും പൂട്ടി കിടന്നുറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ നെറുകയിൽ അത്രമേൽ മൃദുലമായി ചുണ്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഉമ്മ നൽകിയതിന് ശേഷമാണ് നീലു അവൾക്കുള്ള മറുപടി കൊടുത്തത്. ദേവിക അതിനൊന്ന് അമർത്തി മൂളി. ഞാനിവിടെ കിടക്കണോടി ഇന്ന്? പെണ്ണു പൊടുന്നനെ ദേവികയോട് ചോദിച്ചു. വേണ്ടടി, നീ പൊയ്ക്കോ. അഭിയേട്ടൻ രാത്രി കയറി വരില്ലേ? എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചോളാം. ദേവിക ഉറപ്പ് നൽകി. ആ എന്നാ ശരി, ഒന്നും ആലോചിക്കാതെ നീ കിടന്നുറങ്ങാൻ നോക്ക്. മുറിയിൽ നിന്നും നീലിമ നേരെ ഹാളിലേക്ക് ഇറങ്ങി. പിന്നെ വാതിലടച്ചേക്ക്, ഞാൻ ഇറങ്ങുക. ഉമ്മറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് അവൾ വീണ്ടും ദേവികയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകി. നീലിമ നേരെ കാവുമ്പാട്ട് തറവാടിൻ്റെ വീട്ടിൻ്റെ ഉമ്മറത്തേക്ക് കയറിയത് കണ്ടതിന് ശേഷമാണ് അവൾ ഗസ്റ്റ് ഹൗസിൻ്റെ വാതിൽ അടച്ചത് തന്നെ. മുറിയിലേക്ക് കയറി ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിൻ്റെ നെറുകയിൽ അവൾ ഒരു ചുംബനം നൽകി. തൻ്റെ ഉള്ളിലുള്ള മുഴുവൻ സ്നേഹവും ഒരുമിച്ച് ആ ചുംബനത്തിൽ അവൾ മകൾക്കായി കൊടുത്തു. പക്ഷേ കണ്ണടച്ചിട്ടും ഉറക്കം അന്നവളെ തേടിയെത്തിയില്ല. തന്നോട് മൗനം കൊണ്ട് പ്രതിഷേധം ചെയ്യുന്നവനായിരുന്നു മനസ്സിലാകെ നിറഞ്ഞു എന്നത്. അത്രമേ വെറുപ്പാണോ എന്നോട്? നീലിമയോട് പറഞ്ഞു വിടാൻ മാത്രം അത്രയുള്ള ദേഷ്യം എന്തിനാ എന്നോട് കാട്ടുന്നത്? അവൾക്ക് വേദനിച്ചു. കുഞ്ഞുറങ്ങിയോടാ? മുറിയിലേക്ക് കടന്നു വരുന്നവനോട് അവനെ കാത്തിരുന്ന ജിത്ത് തിരക്കി. ഉറങ്ങി. പോക്കറ്റിൽ കിടന്ന വാലറ്റും ഫോണും അലസമായി ബെഡിലേക്ക് എടുത്തിട്ടിട്ട് അവൻ മെല്ലെ വാഷ്റൂമിലേക്ക് കയറി. എന്തിനാടാ അവളോട് ഇത്രയും ദേഷ്യം? കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുളി കഴിഞ്ഞിറങ്ങി വന്നവനോട് ജിത്തിന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ആരുടെ കാര്യമാണ് അവൻ പറയുന്നതെന്ന് മനസ്സിലായിട്ടും ആദ്യം അറിഞ്ഞ ഭാവം നടിച്ചില്ല. എടാ, നീ വെറുതെ പൊട്ടം കളിക്കല്ലേ. ദേവിയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചേ. ആ പാവത്തിനെ നീ എന്തിനാ ഇത്രയും അവോയ്ഡ് ചെയ്യുന്നേ? സെറ്റിയിലിരുന്നവൻ പൊടുന്നനെ കട്ടിലേക്ക് കയറിയിരുന്നു. നിന്റെ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ ഞാൻ പറയേണ്ട ഉത്തരം. തല തോർത്തിയ നനഞ്ഞ തോർത്ത് അവിടെ കിടന്ന ഒരു പ്ലാസ്റ്റിക് ചെയറിലേക്ക് വിരിച്ചിട്ടിട്ട് അവൻ ഫോണെടുത്ത് ചാർജിങ്ങിലിട്ടു. എന്തുത്തരം? തനിക്കിരയിലായി മലർന്നു കിടക്കുന്നവനോട് ഇത്തിരി നീരസത്തോടുകൂടി തന്നെ ജിത്ത് തിരക്കി. നിന്റെ അനിയത്തി പാവമല്ല, പാവത്തിൻ്റെയൊക്കെ എക്സ്ട്രീം വേർഷനാണ്. ഇത്രയൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചോളല്ലേ, എന്നിട്ട് ഒരുമാതിരി സീരിയൽ നായികമാരെ പോലെ 24 മണിക്കൂറും കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ പെണ്ണുങ്ങളാണെങ്കിൽ കുറച്ചൊക്കെ ബോൾഡാവണം. കണ്ണടച്ചു കിടന്നുകൊണ്ടാണ് ആദി കാര്യങ്ങളൊക്കെ വിവരിച്ചത്. എടാ, നീ അങ്ങനെ പറയല്ലേ. എല്ലാവരും ഇപ്പോൾ ഒരുപോലെ ആവില്ലല്ലോ. അവൾക്ക് അത്രയ്ക്കൊന്നും മനക്കട്ടി ഉണ്ടാവില്ല. എല്ലാവരും കൂടി അവളുടെ ചുറ്റിനും കൂടി നിന്ന് അനാവശ്യം പറഞ്ഞപ്പോൾ ആ പാവം പേടിച്ചു പോയി കാണും. അല്ലാതെ. അവൻ്റെ അരികിലായി ജിത്തും മലർന്നു കിടന്നു. അതും കൈകൾ രണ്ടും പിണച്ച് തലയുടെ പിന്നിലായി താങ്ങു വെച്ചുകൊണ്ട്. നീ മിണ്ടായിരുന്നോ ജിത്തെ? അവളെ കൂടുതലൊന്നും പാവമാക്കല്ലേ നീ. ഇങ്ങനെ ആരേലും എന്തേലും പറഞ്ഞെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നാൽ ജീവിതകാലം മുഴുവൻ കരയാനേ അവൾക്ക് നേരം കാണുകയുള്ളൂ. അവളുടെ കാര്യം പോട്ടെ, എൻ്റെ കൊച്ചിൻ്റെ കാര്യത്തിൽ പോലും അവൾ പഴി കേട്ടില്ലേടാ. അപ്പോൾ പോലും ഇരുന്ന് കീറ്റാനല്ലാതെ അവളെ കൊണ്ട് 4 വർത്താനം തിരിച്ചു പറയാൻ പറ്റിയോ? ഇതൊക്കെ മാറണം ചിത്തെ, എന്നാലേ മുന്നോട്ടേക്ക് ജീവിക്കാൻ പറ്റൂ. ആദി പറയുന്നത് കാര്യങ്ങൾ പൂർണ്ണമായും സത്യങ്ങളായതുകൊണ്ടാവാം ജിത്തും പിന്നീടൊന്നും സംസാരിക്കാതിരുന്നത്. എങ്കിലും ദേവിയുടെ നിറഞ്ഞ കണ്ണുകൾ അവനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ടായിരുന്നു. എടാ, കുഞ്ഞ് രാത്രിയിൽ എണീറ്റ് നിന്നെ അന്വേഷിച്ച് കരഞ്ഞാലോ? ഉറക്കത്തിലേക്ക് ആഴ്ന്നു പോകുന്നതിന് മുൻപായി ജിത്ത് പൊടുന്നനെ തിരക്കി. ഞാൻ നീലിമയെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, കുഞ്ഞുണർന്നാൽ അവൾ വിളിച്ചോളും. അതും പറഞ്ഞിട്ട് കമഴ്ന്ന് കിടക്കുന്നതിനെ നോക്കി ജിത്ത് ഒന്ന് നെടുവേർപ്പെട്ടു. ആ പാവ ഇപ്പോൾ ഇതാലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരിക്കും. ഇവൻ്റെ ഒരു കാര്യം, ഇത്രയും നേരം അവിടെ തന്നെ അല്ലായിരുന്നോ ഇരുന്നത്? അവളോടൊന്ന് നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു? ചെറിയൊരു ദേഷ്യം ആദിയോട് തോന്നിയിരുന്നെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നുള്ള ആഗ്രഹം കൊണ്ട് അവൻ നിശബ്ദനായി. അമ്മേ, മോക്ക് പേടിയാവുന്നു. അച്ഛൻ എന്നെ കൊല്ലും അമ്മേ, എന്നെ കൊല്ലാൻ വന്നു, പേടിയാവുക.
വെളുപ്പാങ്കാലം തൊട്ട് എപ്പോഴോ ഉറക്കം ഞെട്ടി ഉണർന്ന തത്തമ്മ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. കരയല്ലേ മോളെ, അമ്മയുണ്ടടാ അടുത്ത്, കരയല്ലേ. ഉറങ്ങാതെ കുഞ്ഞിനെ തന്നെ നോക്കിക്കൊണ്ട് കിടന്നവൾ പെട്ടെന്ന് ഭയം പോയിരുന്നു. അമ്മ, മഷി വേണം അമ്മേ, മഷി എവിടെ പോയി? മോക്ക് കാണണം, എനിക്ക് പേടിയാ. കുഞ്ഞിപ്പെണ്ണ് വീണ്ടും അലറി വിളിച്ചു. കരയല്ലേ പൊന്നെ, അമ്മ ഇപ്പം വിളിക്കാവേ. ആദ്യമായി ദേവികയുടെ വിരൽത്തുമ്പ് ഫോണിൽ മഹർഷി എന്നെഴുതിയ നമ്പറിൽ തൊട്ടു. ഈ സ്റ്റോറി ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എൻ്റെ സ്റ്റോറിയെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൊന്ന് കുറിച്ചേക്കണേ. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ കാണാം എന്ന് നിങ്ങളുടെ സ്വന്തം മൈഥിലി മിത്ര.